ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. താൻ അംബിക വർമ്മയുടെ കയ്യിന്ന് പിച്ച കാശ് വല്ലതും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ നന്ദി അവരുടെ കാറ് കഴുകി കൊടുത്ത് തീർക്കണം. ഇല്ലെങ്കിൽ അവര് പട്ടുസാരി വാങ്ങാൻ പോകുമ്പോ സെക്യൂരിറ്റി പോണം, അല്ലെങ്കിൽ തുണി വാഷ് ചെയ്ത് കൊടുക്കണം. കേട്ടല്ലോ? അല്ലാതെ അബദ്ധത്തിലും നാട്ടുകാരുടെ കണ്ടക ശനിക്കും മന്ത്രിയായി പോയ അംബിക പറയുന്നത് കേട്ടിട്ട് എന്റെ മെക്കെട്ട് കയറാൻ വരരുത്. സംഗതി ബൂമറങ്ങ് ആവണല്ലോ അമ്മേ. മെക്കെട്ട് കയറാമെന്നാ നീ എന്തിയോടാ? സ്റ്റോറി ഉണ്ടാക്കുമ്പോഴേ കുറച്ച് ലോജിക്കോടെ ഉണ്ടാക്കാൻ നോക്കടോ. വർമ്മ സാറിനെ കൊല്ലാൻ നടത്തിയ ബോംബ് ആക്രമണത്തില് ഒരു ഓലപ്പടക്കം പോലും കണ്ടിട്ടില്ലാത്ത ഇവന്മാരുടെ പേരിന്റെ കൂടെ എന്റെ പേര് എഴുതി ചേർത്തതേ സാറിന്റെ ബുദ്ധി തന്നെയാ. പക്ഷെ അതിന്റെ കൂടെ ഞാനേ ഒരു 3 പേരുടെ പേരും കൂടി എഴുതി ചേർക്കും. വെളുത്ത ചെകുത്താൻ എന്ന വട്ടപ്പേരുള്ള ശ്രീമതി അംബിക വർമ്മ, ലോലുപൻ എന്ന വട്ടപ്പേരുള്ള ക്രിമിനൽ ദീപക്, അവസാനം മുതല, ഉലകം വിഴുങ്ങി, ഈ വക 1000 വട്ടപ്പേരുകളുള്ള ശ്രീ ആനന്ദം പിള്ള. സാർ എന്നെ അറസ്റ്റ് ചെയ്തിട്ട് എന്തായാലും കോടതിയിൽ ഹാജരാക്കുമല്ലോ. അപ്പോ ഞാൻ കോടതിയിൽ പറയും ഈ 3 പേരും കൂടിയാണ് വർമ്മ സാറിനെ കൊല്ലണമെന്നും പറഞ്ഞ് എനിക്ക് കൊട്ടേഷൻ തന്നതെന്ന്. ആ കൊട്ടേഷൻ ഞാൻ ദേ ഇവന്മാർക്ക് മറിച്ചു കൊടുത്തു. പാണി പാണി വെച്ച ബോംബ് തിരിച്ച് നമ്മുടെ നെഞ്ചിന് വന്നു. ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇതിനൊക്കെ എന്താടാ തെളിവ്? ഞാനാണിത് ചെയ്തതെന്ന് സാറിന്റെ കയ്യിൽ എന്താ തെളിവ്? ഇവന്മാരുടെ പുറത്തിട്ട് സാറടിച്ച പാടോ? ഫോണും ഓണത്തിന്റെ ഇടയിൽ പുട്ടുകച്ചവടന്ന് എന്റെ അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താടാ നീ കാണിച്ചേ? അടങ്ങടോ. അയ്യോ, ഇത് മിനിസ്റ്റർക്ക് വേണ്ടിയിട്ടുള്ള ലൈവ് പ്രോഗ്രാം ആയിരുന്നു. ഞാൻ എന്തെങ്കിലും പറഞ്ഞാലേ പ്രോട്ടോകോൾ പ്രോബ്ലം ആവും. പക്ഷേ അനന്തരവൾക്ക് സംസാരിക്കാം. എടി അംബികെ, ഇപ്പോ ഞങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി അച്ഛനെ ബോംബ് വെച്ച് കൊല്ലാൻ ശ്രമിച്ചതിന്റെ പിന്നിൽ നിന്റെ മകനും ആനന്ദം പിള്ളയുമാണെന്ന്. നീക്ക് കരുതിയിരുന്നോ പല കേസുകളാ എല്ലാത്തിനും കൂടി ഒരുമിച്ച് ജയിലിൽ പോ? താൻ തന്നെ വെച്ചോ. വിവരവും വിദ്യാഭ്യാസവും മാന്യതയുള്ളവരെ സേവനം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ്. ആ ഡിപ്പാർട്ട്മെന്റിന്റെ വില കളയാതെ ഈ യൂണിഫോം ഊരി വെച്ച് പോടോ. ചില വിവരം കെട്ട ഭരണാധികാരികളെ പലതും പറയും. അത് കേട്ട് തുള്ളാൻ നടന്നാലേ തന്റെ കുടുംബം ഇല്ലാണ്ടാവും. തനിക്ക് നാണയില്ലോടോ?